നമുക്ക് മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന, എപ്പോഴും ചിരിച്ച മുഖമുള്ള ഒരു ജീവിയെപ്പറ്റി പറയാം, അതാണ് സ്ലോത്ത്. ഇവരെ കണ്ടാൽ ഒരു കുഞ്ഞൻ കരടിയെപ്പോലെ തോന്നും. പലപ്പോഴും നമ്മൾ പതുക്കെ പോകുന്നവരെ സ്ലോത്ത് എന്ന് കളിയാക്കി വിളിക്കാറുണ്ട്. എന്നാൽ ഈ ജീവികളുടെ കാര്യത്തിൽ ഈ പേര് വളരെ അന്വർത്ഥമാണ്. അസാധാരണമാംവിധം സാവധാനത്തിൽ ചലിക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് സ്ലോത്ത്, മടി എന്ന പേര് ലഭിച്ചത്. സ്ലോത്തുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: 2-3 വിരലുകളുള്ള സ്ലോത്തുകൾ. ഇവയെല്ലാം മധ്യതെക്കേ അമേരിക്കയിലെ കാടുകളിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ പ്രധാന ഭക്ഷണം മരങ്ങളിലെ ഇലകളും ചിലപ്പോൾ ചെറുപ്രാണികളും ആകാം. ഈ ഭക്ഷണരീതിയാണ് ഇവയുടെ മന്ദഗതിയിലുള്ള ജീവിതത്തിന് പ്രധാന കാരണം. ഇലകൾ ദഹിക്കാൻ ധാരാളം സമയമെടുക്കും, അതുകൊണ്ടുതന്നെ ശരീരത്തിന് ഊർജ്ജം വളരെ കുറവായിരിക്കും. സ്ലോത്തിന്റെ ശരീരഘടന അവയുടെ ജീവിതരീതിക്ക് വളരെ അനുയോജ്യമാണ്. നീളമുള്ളതും വളഞ്ഞതുമായ നഖങ്ങൾ ഉപയോഗിച്ച് അവ മരച്ചില്ലകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കും. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ജീവിതം ഇവയുടെ പേശികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. കാരണം ഇവയുടെ ശരീരഘടന ഈ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവ മിക്കവാറും ദിവസത്തിൽ 15 മുതൽ 20 മണിക്കൂർ വരെ ഉറങ്ങും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവയെ സഹായിക്കുന്ന മറ്റൊരു പ്രത്യേകത ഇവയുടെ രോമങ്ങളാണ്. സ്ലോത്തിന്റെ രോമങ്ങൾക്കിടയിൽ പായലുകൾ വളരും. ഇത് ഇവയുടെ ശരീരത്തിന് ഒരു പച്ച നിറം നൽകും. അങ്ങനെ മരങ്ങളിലെ ഇലകൾക്കിടയിൽ ഇവയെ തിരിച്ചറിയാൻ ശത്രുക്കൾക്ക് പ്രയാസമാണ്. ഇതൊരു മികച്ച പ്രകൃതിദത്തമായ മറയാണ്. സ്ലോത്തുകളുടെ മുഖം എപ്പോഴും ചിരിക്കുന്നതുപോലെ തോന്നാറുണ്ട്. വാസ്തവത്തിൽ അതവരുടെ മുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ പുഞ്ചിരി ഇവയെ കൂടുതൽ ആകർഷകമാക്കുന്നു. സ്ലോത്തുകൾക്ക് കാഴ്ചശക്തി കുറവാണെങ്കിലും കേൾവിശക്തിയും ഗന്ധമറിയാനുള്ള കഴിവും വളരെ കൂടുതലാണ്. മരത്തിൽ മാത്രമാണ് ഇവരുടെ ജീവിതം. മരത്തിൽ നിന്ന് താഴെയിറങ്ങുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഇത് പ്രധാനമായും മലവിസർജനത്തിനും ചിലപ്പോൾ പുതിയൊരു മരം തേടിയും മാത്രമാണ്. താഴെയായിരിക്കുമ്പോൾ ഇവ ശത്രുക്കളുടെ എളുപ്പത്തിലുള്ള ഇരയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വെള്ളത്തിലൂടെ നീന്താൻ ഇവയ്ക്ക് നല്ല കഴിവുണ്ട്. ചുരുക്കിപ്പറഞ്ഞാൽ, സ്ലോത്ത് എന്ന ജീവി അതിന്റെ പ്രകൃതിയോടും ചുറ്റുപാടുകളോടും പൂർണ്ണമായി ഇണങ്ങി ജീവിക്കുന്നു. സാവധാനത്തിലുള്ള ജീവിതം, പായലുകളുള്ള രോമങ്ങൾ, എപ്പോഴും ചിരിക്കുന്ന മുഖം എന്നിവയെല്ലാം ഈ ജീവിയെ കൂടുതൽ കൗതുകകരമാക്കുന്നു.